Why are they scared? If they are not scared, they should allow me to read it. സുഹൃത്തുക്കളെ, ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധി സഭയിൽ പറയാൻ ആഗ്രഹിച്ചതുമായ ചില കാര്യങ്ങളാണ്. എന്നാൽ അദ്ദേഹത്തെ അത് പറയാൻ ഭരണപക്ഷം അനുവദിച്ചില്ല. ഞാൻ പറഞ്ഞു വരുന്നത് എം കരവനയുടെ പുസ്തകത്തെ പറ്റിയാണ്. ആദ്യം രാഹുൽ ഗാന്ധി ഈ പുസ്തകത്തിന്റെ ചില വരികളെ പറ്റി പറയാൻ ആരംഭിച്ചപ്പോൾ തന്നെ ഭരണപക്ഷം ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല, അതുകൊണ്ട് അത് പറയാനാവില്ല എന്ന് പറയുകയായിരുന്നു. ശേഷം രാഹുൽ ഗാന്ധി അതിന് മറുപടി നൽകിയത്, ഞാൻ ഈ പുസ്തകത്തെ പറ്റി പറയുന്നില്ല, എന്നാൽ ഇതിനെപ്പറ്റി കാരവൻ മാസികയിൽ വന്ന ചില കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. എന്നാൽ സ്പീക്കർ അതും നിഷേധിച്ചു. തുടർന്ന് വലിയ പ്രതിഷേധം തന്നെ സഭയിൽ അരങ്ങേറി. നമുക്കറിയാം, മുൻ കരസേനാ മേധാവിയുടെ പുസ്തകത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായും പ്രതിരോധ മന്ത്രാലയത്തിനെതിരായും വലിയ ആരോപണങ്ങളാണുള്ളത്. 2020 ഓഗസ്റ്റ് 31 ഇന്ത്യ ചൈന സംഘർഷമുണ്ടായപ്പോൾ ചൈനയ്ക്കെതിരെ നടപടിയെടുക്കാൻ വൈകി എന്നതിനെ പറ്റി, അഥവാ കൃത്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിന് ഉണ്ടായില്ല എന്നുമാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. അന്ന് നടന്നത് ചൈനീസ് ടാങ്കുകൾ ഇന്ത്യക്ക് നേരെ വന്നപ്പോൾ പോലും കൃത്യമായ നടപടി അതിനെതിരെ എടുക്കാൻ കേന്ദ്ര സർക്കാരിനോ പ്രതിരോധ മന്ത്രാലയത്തിനോ കഴിഞ്ഞിട്ടില്ല. തനിക്ക് ഈ വിവരം ലഭിച്ചപ്പോൾ തന്നെ പ്രതിരോധ മന്ത്രാലയവുമായിട്ട് ബന്ധപ്പെടാൻ അദ്ദേഹം ശ്രമിച്ചുവെങ്കിലും അദ്ദേഹത്തിന് അത് സാധിച്ചില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധിയെ ഒന്നും പറയാൻ തന്നെ ഭരണപക്ഷം സമ്മതിക്കുന്നില്ല. രാഹുൽ ഗാന്ധി അതിന് മറുപടി നൽകിയത്, ഭയമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ എതിർക്കുന്നത്? ഒരർത്ഥത്തിൽ നോക്കിയാൽ അതും ശരിയല്ലേ. എന്നാൽ നമ്മളിവിടെ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഇത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു സംഭവമല്ലേ? സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന വിഷയം തികച്ചും ശരിയാണോ അതോ തെറ്റാണോ? തെറ്റുപറ്റിയത് ഭരണപക്ഷത്തിനോ അതോ പ്രതിപക്ഷത്തിനോ അതോ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കോ?